ബിഗ് ബോസ് വ്യാഴാഴ്ചത്തെ എപ്പിസോഡാണ്. ബെന്നിയുടെ ഭർത്താവ് വന്നിട്ട് ഒരാഴ്ചയായി ബിഗ് ബോസ് പറഞ്ഞ് പോവാൻ സമയമായി, പെട്ടെന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബെന്നി ഭർത്താവിനെ ഒരുക്കിയൊക്കെ കൊടുക്കുന്നു. ഭയങ്കര കരച്ചിൽ, ഭർത്താവ് പോണതിന് ഭയങ്കര വിഷമം. ഭർത്താവ് പറയുന്നു, ഒരാഴ്ച ഞാനിവിടെ ഇല്ലായിരുന്ന, നീ എന്തിനു കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നു. നീ ഇവിടെ നിന്ന് കളിച്ച് ജയിച്ച് വരണമെന്നൊക്കെ നമ്മുടെ ബെന്നിയുടെ ഭർത്താവ് പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ബെന്നിയുടെ ഭർത്താവ് നാട്ടിലേക്ക് പോകുന്നു. പിന്നെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു, ഇന്ന് 3 ഫാമിലി ഒത്താണ് വരുന്നത്. അത് നമ്മുടെ ലക്ഷ്മിയുടെ ഫാമിലി, ഒനിയൻ്റെ ഫാമിലി, നിവിൻ്റെ ഫാമിലി, അങ്ങനെ 3 ഫാമിലിയും കൂടിയാണ് ഇന്ന് ഒത്ത് ബിഗ് ബോസിലേക്ക് വരുന്നതെന്ന് നമ്മുടെ ബിഗ് ബോസ് പറയുന്നു. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ 3 പേരും കൂടിയാണ് ഗെയിം ഒത്ത് കളിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഒനിയനും നമ്മുടെ ലക്ഷ്മിയും നിവിനും കൂടി ഗെയിമിന് പോയി. അങ്ങനെ 3 പേരും ഗെയിമിൽ ജയിച്ചു. അതിനുശേഷം കാണിക്കുന്നത് അവരുടെ 3 ഫാമിലിയും വരെയാണ്. ഒനിയൻ്റെ അമ്മയും അനിയനും വന്നു. ലക്ഷ്മിയുടെ അമ്മ മാത്രമേ വന്നുള്ളൂ. കുഞ്ഞിന് ഉണ്ടായിരുന്നു, കുഞ്ഞിനെ ബിഗ് ബോസിലേക്ക് കയറ്റിയില്ല. നിവിൻ്റെ പെങ്ങളും അമ്മയുമായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് അവർ സംസാരിച്ച് ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാ ആളുകളുമായിട്ട് അവർക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് പെരുമാറി. ഇതിനിടയ്ക്ക് നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ നൂറയെ ആതിരയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, മക്കളെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരണം, ലക്ഷ്മി വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ സിറ്റ് ഔട്ടിലെങ്കിലും നമുക്കിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അതവർ വേറെ ഉദ്ദേശം കൊണ്ടൊന്നും അല്ലെന്ന് തോന്നുന്നു പറഞ്ഞു. അവരെ മോളെ തന്നെ കുത്തി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആളുകൾ അതൊന്നും അല്ല പറയുന്ന. യഥാർത്ഥത്തിൽ അവർ ആ ഉദ്ദേശത്തിൽ തന്നെയാണ് പറഞ്ഞെന്തോ. അവരിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ അവർ അത് ഒന്നും ചിരിച്ച് തള്ളി. പലരും പല രീതിയിലല്ലേ അഭിപ്രായങ്ങൾ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയായി. അതിനുശേഷം അവരെടുത്ത് ബിഗ് ബോസ് പുറത്ത് വരാൻ പറഞ്ഞു, കുടുംബാംഗങ്ങൾ. അങ്ങനെ അവർ പുറത്തു പോയി. അതിനുശേഷം ആതിരയും നൂറയും അനുമോളും കൂടി പുറത്തിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു, മൈക്ക് നേരെവണ്ണം ധരിക്കൂ അനുമോളെ എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ആതിര, ബിഗ് ബോസ് ഞങ്ങൾക്കൊരു പ്രൈവസിയൊക്കെ വേണ്ടേ, നമ്മളൊരു ചെറുപ്പക്കാരല്ലേ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയാണോ, നമ്മൾ രാത്രിയൊക്കെ എന്തെങ്കിലും രഹസ്യം പറഞ്ഞാൽ അത് പിടിച്ചെടുക്കും എന്നും പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് കളിയായിട്ട് ആതിര പറയുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ ബിഗ് ബോസ് പറയും പുറത്ത് പൊക്കോ, പുറത്ത് പോയി രഹസ്യം പറയാൻ പറയും എന്ന് അനുമോൾ പറയുന്നു. അപ്പോഴത്തേക്കാണ് ജിസേൽ നൂറയും ആതിരയും അനുമോളും ഇരിക്കുന്നിടത്തേക്ക് വരെയാണ്. അപ്പോൾ നമ്മുടെ നൂറ പറയുന്നു, കൊച്ചു മുതലാളി എന്ന് പറയുന്നു. അത് കേട്ട് നമ്മുടെ ജിസേലും കൊച്ചു മുതലാളി എന്ന് പറഞ്ഞ് ഇവരിങ്ങ് ചിരിച്ചപ്പോഴത്തേക്കാണ് നമ്മളെ ബിഗ് ബോസ് അവിടെ നിന്ന് വിളിക്കുന്നു, മൈക്ക് നല്ലതുപോലെ ധരിക്കൂ ജിസേൽ, എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ജിസേലിനോട് ദേഷ്യപ്പെടുന്നു.